കാനഡ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാനായിട്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിൽ കൂടി ആഗ്രഹിക്കുന്നത്. 2026 സ്റ്റുഡൻറ് വിസ, ടെമ്പററി റെസിഡൻറ്റ് ടു പെർമനന്റ് റെസിഡൻറ്റ് സിറ്റിസൺഷിപ്പ്, അങ്ങനെ മുതലായ പല ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റുകളുണ്ട്. അതിലെ ഒന്നാമതായിട്ട് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത് പ്രോസസ്സിംഗ് കൺട്രോൾ പവർ അണ്ടർ ദ ബിൽ C-12 എന്ന് പറഞ്ഞാൽ നിലവിൽ നമ്മൾ PR വേണ്ടി അപേക്ഷ കൊടുത്തിട്ടുള്ളതായിട്ടുള്ള ആളുകൾ വൺസ് നമുക്ക് ഇൻവിറ്റേഷൻ കിട്ടി, അതിനുശേഷം നമ്മൾ അപേക്ഷകളെല്ലാം നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നു. ഏതാണ്ട് നമ്മളൊരു ഫൈനൽ സ്റ്റേജ് വരെ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതാണ് മുൻകാലങ്ങളിലെങ്കിൽ. ഇപ്പോൾ PR അപ്രൂവലിൻ്റെ ഏത് നിമിഷവും വേണമെങ്കിലും അവർക്ക് നമ്മളുടെ PR ആപ്ലിക്കേഷൻ സസ്പെൻഡ് ചെയ്യാനോ ക്യാൻസൽ ചെയ്യാനോ അത് എന്നേക്കുമായിട്ട് റദ്ദ് ചെയ്യാനോ ഉള്ള ആ ഒരു പവറാണ് ബിൽ C-12 എന്ന് പറയുന്നത്. അപ്പോൾ അത് ഈ 2026 മുതൽ അതിൻ്റെ ഒരു 100% പവറിലേക്ക് ആ ഒരു ബില്ല് അപ്ലൈ ചെയ്യുമെന്നാണ് അത് ഇമിഗ്രേഷൻ്റെ ഒന്നാമതായിട്ടുള്ള അപ്ഡേറ്റ് വന്നിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ന്യൂ എക്സ്പ്രസ് എൻട്രി ഡ്രോ ആണ്. അത് പ്രത്യേകിച്ച് ഡോക്ടേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് 2026 ഏറ്റവും അധികം അതായത് നേഴ്സിംഗ് ഡോക്ടർ മേഖലകളിൽ ഒരു വലിയ ഡ്രോ അല്ലെങ്കിൽ ആയിരക്കണക്കിന് ആൾക്കാരെ ഒണ്ടാരിയ ഉൾപ്പെടെയുള്ള അനേക പ്രൊവിൻസിലേക്ക് ആളുകളെ അതായത് ആവശ്യമാണ്. അതുകൊണ്ട് നേഴ്സസിനും ഡോക്ടേഴ്സിനും ഒരു വലിയ ഓപ്പർച്യൂണിറ്റിയുടെ വർഷമായിരിക്കും 2026. പല അതായത് എക്സ്പ്രസ് എൻട്രിയുടെ ഡ്രോ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സിറ്റിസൺഷിപ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രധാനപ്പെട്ട അമെൻമെന്റ് ആണ് ഈ കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ അവർ പാസ്സാക്കാനായിട്ട് ഇടയായത്. അതെന്താണെന്ന് വെച്ചാൽ നിലവിലെ അതായത് അപ്പനും അമ്മയും ഇവിടുത്തെ കാനേഡിയൻ സിറ്റിസൺഷിപ്പാണ്. മക്കൾ ഒരു പക്ഷേ വിദേശ രാജ്യങ്ങളിൽ ജനിച്ചതായിട്ടുള്ള ആളുകൾക്ക് മുൻകാലങ്ങളിൽ അവരുടെ കുഞ്ഞുങ്ങൾക്ക് ഇവിടുത്തെ സിറ്റിസൺഷിപ്പ് കിട്ടാനായിട്ട് ഒരുപാട് പരിമിതികളുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ ഒരു ബില്ല് വന്നതോടുകൂടെ മാതാപിതാക്കൾ കനേഡിയൻ സിറ്റിസൺ ആകുകയും മക്കൾ എബ്രോഡിൽ ജനിച്ചതായിട്ടുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് വളരെ പെട്ടെന്ന് തന്നെ കനേഡിയൻ സിറ്റിസൺഷിപ്പിലേക്ക് അപ്ലൈ ചെയ്ത് അവർക്കും ഇവിടുത്തെ കനേഡിയൻ പൗരത്വം നേടാവുന്ന തരത്തിലുള്ള ഒരു നിയമമാണ് പുതിയതായിട്ട് വന്നിരിക്കുന്നത്. അടുത്ത നാലാമതായിട്ട് പറയുന്നത് അതായത് US H-1B വിസയുള്ള അതായത് അമേരിക്കയിലെ US H-1 വിസയുള്ള ആളുകൾക്ക് അമേരിക്ക നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് നാളുകളായി ആയിരക്കണക്കിന് ആളുകൾ ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള ആളുകളെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ആളുകളെ കാനഡ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചുകൊണ്ട് ഇവിടെ അവർക്ക് ജോബ് ഓപ്പർച്യൂണിറ്റി കൊടുക്കുകയും PR ബന്ധത്തിൽ അവർക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ 2026 അവരുടെ മുന്നിൽ ഓപ്പൺ ആകാൻ പോകുന്നത്. അടുത്തതായിട്ട് ന്യൂ കാനഡ സ്റ്റഡി പെർമിറ്റിനെ കുറിച്ചുള്ള അത് കാര്യമാണ്. ഒരു വലിയ ഒരു അതായത് നിയന്ത്രണമാണ് 2026 സ്റ്റുഡൻറ് വിസയിൽ അവർ കൊണ്ടുവരാനായിട്ട് പോകുന്നത്. അത് പ്രധാനമായിട്ട് അവർ ചൂണ്ടിക്കാണിക്കുന്നത് അത് കാനഡയുടെ പോപ്പുലേഷൻ നിലവിൽ ഇപ്പോൾ വളരെയധികം അത് വർദ്ധിച്ചിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ അവർക്ക് അത് കൺട്രോൾ ചെയ്തേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അത് കംപ്ലീറ്റ്ലി സ്റ്റുഡൻറ് വിസ അവർക്ക് നിർത്താൻ സാധിക്കത്തില്ല. അവരുടെ എയിം എന്ന് പറയുന്നത് ടെമ്പററി വിസ കാറ്റഗറിയിലുള്ള പോപ്പുലേഷൻ 5% അവർ കൊണ്ട് നിർത്തും. 2027 നിർത്താനാണ് അവർ ശ്രമിക്കുന്നത്. നിലവിൽ അത് 7 ആണ് ഇപ്പോൾ ആ ഒരു ടെമ്പററി വിസ കാറ്റഗറിയിലുള്ള ആളുകളുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. അതായത് ഗവൺമെന്റിന് അത്രയും അവർക്ക് വേണ്ട, അത് 5% കുറയ്ക്കാൻ വേണ്ടി ഈ 2026 പുതിയതായിട്ട് സ്റ്റുഡൻറ് വിസ അപ്ലൈ ചെയ്യുന്ന ആളുകൾക്ക് ഒരു വലിയ നിയന്ത്രണമായിരിക്കും കൊണ്ടുവരാനായിട്ട് പോകുന്നത്. പ്രധാനപ്പെട്ട മറ്റൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് നിലവിൽ 2025 ഏതാണ്ട് 10,70,000 വരുന്ന ടെമ്പററി വിസയിലുള്ള ആൾക്കാർ അത് 2026 ഏതാണ്ട് 7 ലക്ഷത്തോളം വരുന്ന ആളുകൾ ഉണ്ടെന്നാണ് അതായത് ഇപ്പോഴത്തെ കണക്കനുസരിച്ച്. ഏതാണ്ട് 33,000 ആളുകളെ അവർക്ക് അത് PR അത് ഇൻവിറ്റേഷൻ വരും. അത് ഏതൊക്കെ കാറ്റഗറിയാണെന്ന് അവർ ചൂണ്ടിക്കാണിക്കുന്നത് ടെക്നോളജി, ഹെൽത്ത് കെയർ, എഞ്ചിനീയറിംഗ്, സയന്റിഫിക് റിസർച്ച്, ഇന്നോവേഷൻ ഡ്രിവൺ ഇൻഡസ്ട്രീസ്, ഈ പറയുന്ന 5 കാറ്റഗറിയിലുള്ള ആളുകളിൽ അതിൽ 33,000 അവരുടെ ഈ വർഷത്തെ കോട്ട. അതായത് വർക്ക് പെർമിറ്റ് കഴിഞ്ഞതിന് ശേഷം നിൽക്കുന്ന ആളുകൾ. ഈ പറഞ്ഞ 5 കാറ്റഗറിയിലുള്ള ആളുകൾക്ക് ഈ വർഷം PR ഇൻവിറ്റേഷൻ പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഹോം കെയർ വർക്കേഴ്സിൽ നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു.
അതായത് ആ ഒരു വിസ കാറ്റഗറിയിൽ വളരെ പെട്ടെന്ന് തന്നെ PR കിട്ടാവുന്ന വളരെ തുച്ഛമായ പൈസയിൽ നമുക്ക് കാനഡയിൽ വരാനും PR കിട്ടാനുമുള്ള ഒരു പ്രോഗ്രാമാണ്. അത് ഈ 2026 ജാനുവരി മുതൽ നിർത്തലാക്കിയിരിക്കുകയാണ്. ഇനിയും അടുത്തതായിട്ട് അതായത് ഫെഡറൽ ബിസിനസ് പരമായിട്ട് അതായത് ഒണ്ടാരി ഉൾപ്പെടെയുള്ള അനേക പ്രൊവിൻസുകൾ ഇവിടെയുള്ള ആളുകൾക്ക് അതായത് പുതിയതായിട്ടുള്ള ബിസിനസ് സംരംഭങ്ങൾ കൊണ്ടുവരാനുള്ള അവസരങ്ങൾ, ഓപ്പർച്യൂണിറ്റികൾ, അതിൽ കൂടെ PR-ലേക്കും സിറ്റിസൺഷിപ്പിലേക്കും കൂടുതൽ ആളുകളെ അട്രാക്റ്റ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം ഈ 2026 മുതൽ അവർ നടപ്പിലാക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു അപ്ഡേറ്റ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി പുതിയൊരു അപ്ഡേറ്റുമായി വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിൽ വരും. ഐ ആം സൈനോട് റെക്സി ജോയ്. ബൈ.